പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന് പരിഹാരം കാണാൻ മേഖലയിൽ പുതിയ സൈനിക സഖ്യം രൂപീകരിക്കാനുള്ള നീക്കം ശക്തമെന്ന റിപ്പോർട്ട്. ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ സംയുക്ത സുരക്ഷാ കൌൺസിലിനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. സംയുക്ത സുരക്ഷാ കൌൺസിൽ നിർദ്ദേശിച്ചുള്ള നീക്കത്തിന് പിന്നിൽ ഇറാഖ് എന്നാണ് റിപ്പോർട്ട്. സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ ഒപ്പുവെച്ച ചരിത്രപരമായ മക്ക സംയുക്ത പ്രതിരോധ കരാറിന് തൊട്ടു പിന്നാലെയാണ് ഇറാഖിന്റെ പുതിയ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഇറാഖിന്റെ നിർദ്ദേശത്തോട് സൗദി അറേബ്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കുകയോ ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇറാനും ഇതിൽ പ്രതികരണം നടത്തിയിട്ടില്ല. അതേസമയം ഇറാൻ യുദ്ധം അന്തിമഘട്ടത്തിലേക്കെന്ന് പ്രഖ്യാപിച്ച് ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള എക്കണോമിക് ഡിഡേക്ക് തുടക്കമിട്ടതായി യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ശക്തമായ ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ചത്. ഇറാനുമായി വ്യാപാരം നടത്തുകയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്ന മൂന്നാം കക്ഷികൾ, ബാങ്കുകൾ, കമ്പനികൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. പ്രസിഡന്റ് ട്രംപ് ഇറാന്റെ സൈനിക ശേഷി തകർത്ത് തരിപ്പണമാക്കുകയും ആണവ പദ്ധതി അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നാം ഇപ്പോൾ നിർണായകമായ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുലർച്ചെയുടെ ഒരു എക്കണോമിക് ഡിഡേ ആരംഭിക്കുന്നു. സ്കോട്ട് ബെസൻ എക്സിൽ കുറിച്ച വാക്കുകൾ ഇതായിരുന്നു. യുഎസ് തങ്ങളുടെ ഒരു എതിരാളിക്കെതിരെ ഇതുവരെ അണിനിരത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക ആക്രമണമാണിതെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ഒരിക്കലും സാധ്യമാകില്ലെന്ന് പലരും കരുതിയ എല്ലാ ഏജൻസികളെയും, അധികാരങ്ങളെയും നടപടികളെയും ഉപയോഗപ്പെടുത്താനുള്ള അനുകൂല സാഹചര്യങ്ങൾ ട്രംപ് സൃഷ്ടിച്ചിരുന്നു. ടെഹ്റാൻ ഒറ്റപ്പെടുന്നതുവരെ ഈ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന് ജീവവായുവായിരിക്കുന്ന എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും വിച്ഛേദിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് യുഎസ് ട്രഷറി പറഞ്ഞു. ഇറാനിയൻ എണ്ണ വാങ്ങുന്ന കമ്പനികളെയാണ് പുതിയ ഉപരോധത്തിലൂടെ യുഎസ് പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. യുഎസ് കോൺഗ്രസ് കമ്മീഷന്റെ ഒരു ഫാക്ട് ഷീറ്റ് പ്രകാരം ചൈനയാണ് ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ ഏകദേശം 90% വാങ്ങുന്നത്. എന്നാൽ ചൈന തങ്ങളുടെ കസ്റ്റംസ് ഡാറ്റയിൽ ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതായി സമ്മതിച്ചിട്ടില്ല. ഇറാന്റെ എണ്ണ വാങ്ങുന്ന ചൈനയിലെ ചെറുതും ഇടത്തരവുമായ സ്വകാര്യ റിഫൈനറികൾക്ക് മേൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെന്നാണ് മുൻ യുഎസ് ട്രഷറി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. എണ്ണ വിൽപ്പനയിലൂടെ ലഭ്യമാകുന്ന പണം രാജ്യത്തേക്ക് എത്തിക്കാനും വിദേശ കറൻസി സ്വന്തമാക്കാനും അവസരം നൽകുന്ന ബാങ്കുകൾക്കും എക്സ്ചേഞ്ച് ഹൌസുകൾക്കും മേൽ യുഎസ് ഉപരോധം ഏർപ്പെടുത്തിയേക്കും. അതേസമയം യുദ്ധം അന്തിമഘട്ടത്തിലേക്കെന്ന് പറഞ്ഞ് യുഎസ് ആരംഭിക്കുന്ന ഉപരോധം പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കാനാണ് സാധ്യത. അമേരിക്ക കടുത്ത ഉപരോധം തുടരുകയാണെങ്കിൽ പേർഷ്യൻ ഉൾക്കടലിൽ നിന്നും ഹോർമൂസ് കടലിടുക്കിൽ നിന്നുമുള്ള എണ്ണ കയറ്റുമതി പൂർണ്ണമായി തടയുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വ്യക്തമാക്കി. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളോട് സഹകരിക്കുകയോ അത് നടപ്പിലാക്കാൻ സഹായിക്കുകയോ ചെയ്യുന്ന ഏതൊരു രാജ്യത്തിന്റെ നീക്കവും യുദ്ധപ്രഖ്യാപനമായി കരുതുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. പുതിയ നീക്കങ്ങളും ഭീഷണികളും ആഗോള എണ്ണവില സംബന്ധിച്ചും ഇന്ധന സുരക്ഷയെക്കുറിച്ചുമുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം അമേരിക്കയുമായുള്ള യുദ്ധം അനിശ്ചിതമായി നീളുന്നതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ ഫീസ് ഈടാക്കാൻ ഇറാൻ തീരുമാനിച്ചു. ഇറാൻ പാർലമെന്റ് അടക്കമുള്ള തീരുമാനത്തിന് ഇറാൻ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗീകാരം നൽകി. ഇറാനി റിയാലിലോ ഇറാൻ നിശ്ചയിക്കുന്ന കറൻസിയിലോ ഫീസ് ഈടാക്കുമെന്നാണ് പ്രഖ്യാപനം. സർവീസ് ചാർജ് എന്ന നിലയിലാണ് പണം ഈടാക്കുകയെന്നും വിശദീകരണമുണ്ട്. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ പണം നൽകണമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനായി പാകിസ്ഥാൻ സേനാ മേധാവി അസീം മുനീർ ഇന്ന് ഇറാനിലെത്തുമെന്ന വാർത്തകൾ പുറത്തുവരുന്നു. അതിനിടെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ആഭ്യന്തര വിമർശനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. കാഴ്ചക്കാരായി നിന്ന് അഭിപ്രായം പറയാൻ എളുപ്പമാണെന്നും അഭിപ്രായം പറയുന്നവർ മുന്നോട്ട് വന്ന് സഹായിക്കണമെന്നും പെസഷ്കിയാൻ ആവശ്യപ്പെട്ടു. അമേരിക്കയുമായുള്ള സമാധാന ധാരണകൾ തകർന്നതിൽ ആണ് ഇറാൻ പ്രസിഡന്റിന്റെ വിമർശനമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.